ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഡ്രസ് ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മൾ കൂടുതൽ ആൾക്കാരും ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓൺലൈൻ പർച്ചേസിങ്ങിനാണ്. എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഏറ്റവും കംഫർട്ടായിട്ടുള്ള രൂപത്തിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു ടെൻഷനും കൂടാതെ നമുക്ക് റിട്ടേൺ ആക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും നമ്മൾ ഓൺലൈൻ പർച്ചേസിങ്ങിനെ നമ്മൾ ആശ്രയിച്ച് പോകുന്നുണ്ട്. പക്ഷെ അതിൽ തന്നെ ഒരുപാട് നമുക്ക് ചതികളും പറ്റാറുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഡ്രസ്സാവില്ല ചില സമയത്ത് കിട്ടുക, അല്ലെങ്കിൽ ക്വാളിറ്റി അതിൽ കൊടുത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള സാധനങ്ങളായിരിക്കില്ല നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ ഒരുപാട് ചതികൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ എപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ റിവ്യൂസ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരുവിധമൊക്കെ നമുക്ക് അങ്ങനെയുള്ള ഒരു മിസ്റ്റേക്സിനൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇന്ന് ഞാൻ മീഷോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നിന്ന് കുറച്ച് ഡ്രസ്സുകൾ, നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഡ്രസ്സുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇത്തിരി ലെങ്തി ആയിട്ട് വീഡിയോ മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. ഇത് നമ്മുടെ ഗേൾസിൻ്റെ കുറച്ച് ഡ്രസ്സുകളാണ്, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കാണിക്കാം. ഇതിൻ്റെ കൂടുതൽ റേറ്റും ഇതിൻ്റെ മെറ്റീരിയലും സൈസും എല്ലാം നമുക്ക് പ്രത്യേകം പറയാം കേട്ടോ. ഞാൻ കൂടുതലും ഡെയിലി വെയേഴ്സിനായിട്ട് എപ്പോഴും ചൂസ് ചെയ്യാവുന്ന ഒരു ആപ്പാണ് മീഷോ ആപ്പ് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതലും അതിൽ നിന്ന് നല്ല കളക്ഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മെറ്റീരിയൽ ഞാൻ അത്രയും നോക്കിയിട്ട് ഒരുപാട് റിവ്യൂസൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിക്കുക. ഇനി ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അത് വിഷ് ലിസ്റ്റിലിടും. എന്നിട്ട് 2-3 തവണ അതെല്ലാം നോക്കി ചെക്ക് ചെയ്തിട്ടുണ്ട് പലതും വാങ്ങിക്കാറ്. എന്നിട്ട് പോലും എനിക്ക് ചിലപ്പോൾ സൈസ് ഇഷ്യൂ അല്ലെങ്കിൽ കളർ ചേഞ്ച് ഇഷ്യൂ അങ്ങനെ ഒരുപാട് ഇഷ്യൂസൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഈസി ആയിട്ട് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇത്തവണ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതിൽ 1-2 ഡ്രസ്സ് മാത്രമാണ് എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം അടിപൊളി കംഫർട്ടായിട്ടുള്ള നല്ല സൂപ്പർ ഡ്രസ്സസ് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വരുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഇത് പെൺകുട്ടികളുടെ ഡ്രസ്സാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അതിൽ നമുക്ക് 8 വയസ്സാണ്. എൻ്റെ മോൾക്ക് വയസ്സ് വരുന്നത് 8ആണ്. പക്ഷെ ഞാൻ എപ്പോഴും ഒരു 1-2 വയസ്സ് കൂട്ടിയിട്ടാണ് കേട്ടോ എടുക്കാറ്. കാരണം സെയിം വയസ്സിന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സൈസ് ഓക്കെ ആവില്ല. അവൾ അത്യാവശ്യം ഒരു ഹൈറ്റ്, തടിയില്ല പക്ഷെ അത്യാവശ്യം ഒരു ഹൈറ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ ചിലപ്പോൾ സൈസൊന്നും ഓക്കെ ആവില്ല. അപ്പോൾ അതുകൊണ്ട് സൈസ് എപ്പോഴും ഞാൻ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കാറുള്ളത്. ഇതൊരു കാഷ്വലായിട്ടുള്ള ഒരു ലോങ് ടീഷർട്ട് മോഡലിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2 എണ്ണം ഉണ്ട് കേട്ടോ. 2 എണ്ണം വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 214 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ സൈസ് ഞാൻ ഒരു 9-10 വയസ്സിൻ്റെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കാണുന്നുണ്ടല്ലോ. ഇതിൻ്റെ മെറ്റീരിയൽ അവർ പറഞ്ഞിട്ടുള്ളത് കോട്ടൺ ആണ്. നമുക്ക് സാധാ ഒരു ബനിയൻ സ്റ്റഫ് പോലത്തെ ഒരു മെറ്റീരിയൽ തന്നെയാണ്. നല്ല സൂപ്പർ കംഫർട്ടായിട്ട് നമുക്ക് ഗേൾസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനൊരു 9-10 സൈസിൻ്റെ എടുത്തതും ഒരു ഇത്തിരിയും കൂടെ സൈസ് കൂട്ടിയെടുക്കായിരുന്നു തോന്നുന്നു. കാരണം നമുക്കൊരു മുട്ട് വരെയൊക്കെ കിടക്കുന്ന ഒരു ടൈപ്പ് ഡ്രസ്സാണ് വേണ്ടത്. പക്ഷേ മോൾക്ക് ഇട്ട് നോക്കുമ്പോൾ മുട്ടിന് മുകളിലായിട്ടാണ് കിടക്കുന്നത്. ഒരു ഇത്തിരി ലെങ്ത്ത് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ വയസ്സിനുള്ള കുട്ടികൾക്കാണ് എടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ കൂട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. 10-11 അല്ലെങ്കിൽ 11-12 വയസ്സിൻ്റെ ഒക്കെ അവൈലബിൾ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഉള്ളത്. അപ്പോൾ നിങ്ങൾ അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു ക്യാപ്പൊക്കെ ഉള്ള ഒരു സെറ്റ് ഡ്രസ്സാണ്. ഒരു വയലറ്റ് കളറിൽ വരുന്ന ഡ്രസ്സാണ് കേട്ടോ. ഇതും ഞാൻ 9-10 വയസ്സിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷേ അതിലൊരുപാട് സൈസുകൾ അവൈലബിൾ ഓൾറെഡി ഉണ്ട്. പക്ഷേ എനിക്കപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 9-10ൻ്റെ ആണ്. എന്തായാലും ഞാൻ 8-9ൻ്റെ എടുക്കില്ല, കാരണം മോൾക്ക് അത് സൈസ് ഓക്കെ ആവാറില്ല. അപ്പോൾ എനിക്കത് അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ 9-10 വയസ്സിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 259 രൂപയാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ഇത് ഇട്ട് നോക്കുന്ന സമയത്ത്
നല്ല കംഫർട്ടായിട്ടുള്ള ഡ്രസ്സാണ്. മെറ്റീരിയലെല്ലാം സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ പറഞ്ഞിട്ടുള്ളത് അവർ കോട്ടൺ മെറ്റീരിയലാണ്. പക്ഷേ ഇത് എന്ത് മെറ്റീരിയലാണ്, കോട്ടൺ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു തരം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അതിൽ കോട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ട്, അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കറകളൊക്കെ പറ്റി കഴിഞ്ഞാലും ഈസി ആയിട്ട് കഴുകുമ്പോൾ പോവില്ലേ, അങ്ങനത്തെ പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് മോൾക്ക് ഈ ടോപ്പ് ആൾക്ക് ഓക്കെയാണ്. പക്ഷെ ഇത് കുറച്ച് ഒരു നിര്യാണിക്ക് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനുള്ളതല്ലേ. എന്തായാലും ആൾക്ക് ഫിറ്റ് കൂടുതലൊന്നുമല്ല, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഡ്രസ്സ് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇതാ അടുത്തത് അതാ അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. സോറി, ഇതും ഒരു സെറ്റ് ഡ്രസ്സ് തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 222 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള, ഇട്ടാൽ അറിയത്ത് പോലുമില്ല അങ്ങനത്തെ ഡ്രസ്സുകളാണ് കേട്ടോ ഇത് വന്നിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഗേൾസിൻ്റെ ഇതിൽ നിന്നല്ല ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ബോയ്സിൻ്റെ അതിൽ നിന്ന് ഒരു മിനിറ്റ് കാണിച്ചു തരാം. ഇതാ ഒരു ഡ്രസ്സും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മോൻക്ക് വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അവനിട്ട് നോക്കുമ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. അവനക്ക് സൈസ് കറക്റ്റാണ്. അപ്പോൾ ഞാൻ 6 to 7 ആണ് അവൻ്റെ സൈസ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് എനിക്ക് വാങ്ങിച്ച് നോക്കിയപ്പോൾ എനിക്ക് അവനിട്ടിപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സെയിം ഡ്രസ്സ് മോൾക്കും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. 2 പേരും തമ്മിൽ 1.5 വയസ്സിൻ്റെ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. മൂത്തത് മോള്, രണ്ടാമത്തത് മോനാണ്. അപ്പോൾ 2 പേർക്കും സെയിം ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അവനേക്കാളും ഒരു സൈസും കൂടെ കൂട്ടിയിട്ട് ഞാൻ 7 to 8 എന്നുള്ള വയസ്സിൻ്റെയാണ് ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കിട്ടി നോക്കുമ്പോൾ രണ്ടും സെയിം ആയിട്ടുള്ള സൈസാണ്. ഇതിൻ്റെ ടോപ്പ് മോൾക്ക് ഓക്കെയാണ്, മോൻക്ക് എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഞാൻ നീക്കി വെക്കുന്നുണ്ട്. മോൻക്ക് സൈസ് എല്ലാം ഓക്കെയാണ്, മോൾക്ക് ഇതിൻ്റെ ടോപ്പ് ഓക്കെയാണ്. പാൻറ്റ് ഒരു ഇത്തിരി വലിപ്പം കുറവുണ്ട്, പക്ഷേ എനിക്ക് റിട്ടേൺ ആക്കാൻ തോന്നുന്നില്ല. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഡെയിലി യൂസ് അല്ലേ, നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമ്മൾ ഡെയിലി ഇട്ട് കൊടുക്കുകയല്ലേ. അപ്പോൾ ഞാനിത് പിന്നെ റിട്ടേൺ ആക്കിയൊന്നുമില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിരുന്നില്ല, 222 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതൊരു കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. നിങ്ങൾ കുട്ടികൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും എടുത്തോ, മസ്റ്റ് ബൈ ആണ്. നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഇതുപോലെ ഒരു സെറ്റ് ഡ്രസ്സാണ് കേട്ടോ. കാണുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 263 രൂപയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ, 263 രൂപയ്ക്ക് ഇത്രയും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുക? അപ്പോൾ അത് മീഷോയിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഒരു പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ ടോപ്പ് ഞാൻ സൈസ് മോൾക്ക് 11-12 വയസ്സിൻ്റെ സൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അവൾക്ക് ആക്ച്വലി അവളുടെ ഏജ് വരുന്നത് 8 പക്ഷെ ഞാൻ സൈസ് കൂട്ടിയിട്ട് 11-12 എടുത്തിട്ടാണ്. കാരണം ഞാൻ റിവ്യൂസൊക്കെ നോക്കുമ്പോൾ ചിലർ പറയുന്നുണ്ട് ക്വാളിറ്റി ഓക്കെ ആണ് പക്ഷേ സൈസ് ഓക്കെ അല്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നിയപ്പോൾ ഒന്നുകൂടെ സൈസ് കൂട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാക്റ്റ് നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ടോപ്പ് വന്നിട്ട് ഒരു ക്രോപ്പ് ടോപ്പ് ടൈപ്പിലാണിത് വരുന്നത് കേട്ടോ. അപ്പോൾ സൂപ്പർ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഇതുപോലെയുള്ള ഒരു വള്ളി പോലത്തെ ഒരു ഡ്രസ്സും അതിനകത്തൊന്നുകിൽ നമുക്കിത് പുറത്തിടാം, അല്ലെങ്കിൽ നമുക്കിത് ഇന്നർ പോലെ അടിയിലിട്ടിട്ട് അതിന് മുകളിൽ നമുക്ക് ഈ ഒരു ഡ്രസ്സ് ഇട്ടുകൊടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 229 രൂപയാണ് വരുന്നത്. പക്ഷേ പല സൈസിലും നമുക്ക് വരുന്നുണ്ട്. അതിൽ 67 രൂപ മുതൽ ഈ ഒരു ഡ്രസ്സ് സ്റ്റാർട്ടാവുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏജിനനുസരിച്ചിട്ട് അതിന് ഡിഫറൻസും വരുന്നുണ്ട്.
നല്ല ക്വാളിറ്റി തന്നെയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ഒരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എക്സാക്റ്റ് അതാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമുക്ക് തീരെ നാശാവില്ല, എത്ര കഴുകിയാലും നാശാവാത്ത മോഡൽ ഒരു മെറ്റീരിയലാണ് വരുന്നത്. ഇതിൻ്റെ സൈസ് ഞാൻ 8-9 വയസ്സിൻ്റെ സൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇത് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ സൈസ് കൂട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഇത് മോൾക്ക് കുറച്ച് ലെങ്ത്ത് കുറവാണ്. പിന്നെ നമുക്ക് പാൻറ്റ് അടിയിലിട്ടിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം. ഇനി അതല്ല, പാൻറ്റ് ഇടാതെ ഇത് മാത്രം യൂസ് ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് നമുക്ക് ഒന്നുകൂടെ സൈസ് കൂട്ടിയിട്ടെടുത്താൽ മതി കേട്ടോ. ഇത് മോൾക്ക് 8-9 വയസ്സിൻ്റെ ഇത് കറക്റ്റാണ്. പിന്നെ അന്ന് ഞാനത് ഓർഡർ കൊടുക്കുന്ന ടൈമിൽ എനിക്ക് സൈസ് അവൈലബിൾ അല്ലാത്ത കാരണം തോന്നുന്നു, എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും അവൾക്ക് ഫിറ്റിംഗ് ഒക്കെ കറക്റ്റാണ്, ഒരു ലെങ്ത്തിൻ്റെ ഒരു പ്രശ്നമാണ് വരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഉടുപ്പാണ് കേട്ടോ വരുന്നത്. ഇത് ഉടുപ്പാണ്, ടോപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 296 രൂപയാണ് കേട്ടോ. എന്നിട്ട് കണ്ടോളൂ, ശരിക്കും കണ്ടോളൂ. ഇതിൻ്റെ മെറ്റീരിയൽ കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലാണ്. ഇത് നമുക്ക് ഫുൾ സ്ലീവായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഒരു നമുക്ക് എന്താ പറയുക, മുട്ടിന് താഴെ ആയിട്ട് ഇറങ്ങി കിടക്കുന്നുണ്ട്. നമുക്കിതിൽ പാൻറ്റൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു സ്റ്റൈലായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാൻ പറ്റുന്ന ഒരു തരം ഒരു ടോപ്പ് തന്നെയാണ് കേട്ടോ. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മോളിട്ടപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. ഇത് നമുക്ക് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോകുമ്പോഴും നമുക്കിത് യൂസ് ആക്കാനായിട്ട് പറ്റും. ഇപ്പോൾ റേറ്റ് കുറവാണ്, പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റും, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇട്ടിട്ട് എല്ലാം നമ്മുടെ ഇഷ്ടങ്ങളാണ്. നമുക്ക് മക്കൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ പുറത്തേക്ക് ഇടണോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇടണോ, എല്ലാം നമ്മുടെ ഓരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് നമുക്ക് പുറത്ത് പോകുമ്പോഴും യൂസ് ആക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലേ 296 രൂപയാണ്, എനിക്ക് ഓർമ്മയില്ല പറഞ്ഞൊന്നുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതുപോലത്തെ ഒരു ടോപ്പാണ്. ഇതിൻ്റെ ഈ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് 211 രൂപയാണ് കേട്ടോ. ഇത് മെറ്റീരിയൽ അവർ പറഞ്ഞിട്ടുള്ളത് കോട്ടൺ ആണ്, പക്ഷെ നൈസ്, കുഴപ്പമില്ല. 10-11 വയസ്സിൻ്റെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സുകളെല്ലാം സൈസ് ഒന്നുകൂടെ കൂട്ടിയെടുക്കുന്നതാണ് നല്ലത് തോന്നുന്നത്. കാരണം ഇറക്ക് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് നമ്മൾ നേരത്തെ കാണിച്ച മോഡൽ ഡ്രസ്സിന് ഓൾറെഡി ഇന്നർ അടിയിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിന് ഇന്നർ വരാത്തൊരു മോഡലാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഒരു ടോപ്പ് ഇതിന് ഉള്ളിൽ ഇടാനായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു സിപ്പർ ടോപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് 111 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇത് ഞാനൊരു 211 രൂപയ്ക്ക് വാങ്ങിച്ചു. ഇതിൻ്റെ സൈസ് ഞാൻ 10-11 വയസ്സാണോ 11-12 ആണോ എന്ന് എനിക്കൊരു കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ആ സൈസിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് അടിപൊളി കംഫർട്ടായിട്ടുള്ള നല്ല ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഇന്നറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജീൻസിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിനകത്ത് ഇട്ടിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇങ്ങനെ സ്ലീവ്ലെസ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ വള്ളിയുള്ള ഡ്രസ്സൊന്നും ഞാൻ ഇട്ട് കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്നവർക്ക് ഇത് മാത്രം ചൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ പെയർ ചെയ്യാമെന്നാണ്. ഹലോ, ഇങ്ങനെ ഇട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് അടിയിൽ ഒരു പാൻറ്റും കൂടെ ഇട്ട് കൊടുത്താൽ ഫുൾ സെറ്റ്. അപ്പോൾ ഇതൊന്നും ഞാൻ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കില്ല. ഞാൻ എന്തായാലും പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ 2 പാൻറ്റുകളാണ്. 2 കോംബോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ജീൻസ് ടൈപ്പിൽ വരുന്നതാണ്. കുറച്ച് സോഫ്റ്റ് ടൈപ്പ് ജീൻസാണ്. അത്ര ക്വാളിറ്റി അത്ര കുഴപ്പമില്ല. ഒരു 289 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ആ ഒരു റേറ്റിന് ഇത് വർത്താണ് കേട്ടോ. എന്തായാലും 2 സെയിം അളവിൽ വരുന്നതാണ്. ഇതും 11-12 വയസ്സിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം തന്നെ നമ്മളധികം തടിയില്ലാത്ത കാരണം അവൾക്കിത് നല്ല ലൂസായിട്ട് കിടക്കും. അപ്പോൾ അവൾക്ക് ഇടാൻ നല്ല കംഫർട്ട് ഉണ്ടായിരിക്കും കേട്ടോ.
അപ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ വരുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ആദ്യത്തെ ഒരു ഹോൾ വീഡിയോ ആണ് ഇത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിതിൽ റേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി എത്രമാത്രം കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയില്ല. ഞാനൊന്ന് എൻ്റെ ഒരു ഓർമ്മ ശരിയായിട്ടാണ് ഞാനതൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ പറ്റുവാണെങ്കിൽ, എനിക്ക് ഉറപ്പില്ല, പറ്റുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ എല്ലാം ഓരോന്ന് കാണിക്കുമ്പോൾ അതിൻ്റെയൊക്കെ സൈഡിൽ ഞാനത് കൊടുക്കാം. മീഷോയുടെ ആപ്പിൽ നിന്ന് അത് ഞാൻ കൊടുക്കാവുന്നതാണ്. അതിൽ റേറ്റ് വരുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യാം. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, ഞാൻ വാങ്ങിച്ച റേറ്റിന് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. കാരണം എപ്പോഴും റേറ്റിൻ്റെ കാര്യത്തിൽ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇപ്പോൾ ഞാൻ വാങ്ങിച്ചതിനേക്കാളും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ചിലപ്പം റേറ്റ് കുറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൂടിയിട്ടുണ്ടായിരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ലക്കിന് കിട്ടുന്നതാണ്. എന്തായാലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് കൂടുതൽ നമുക്ക് മീഷോയിൽ നിന്ന് ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ കിട്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക. ഞാൻ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ബോയ്സിൻ്റെ ഡ്രസ്സും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അത് കാണുന്നുള്ളവർ എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ കയറിയിട്ട് അതും കൂടെ കണ്ടു നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻസുകളൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ. എനിക്ക് കമൻസൊക്കെ വായിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വീഡിയോയുടെ തന്നെ എന്തെങ്കിലും പോരായ്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാതും അറിയിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.